തൃശൂർ മാടക്കത്തറ സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി. നഗരത്തിൽ ഉൾപ്പെടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സുരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജി, മാടക്കത്തറ സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറി എപ്പോൾ സംഭവിച്ചു? എന്താണ് ഇതിനുള്ള കാരണം? പലയിടങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു എന്നാണല്ലോ വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്ന മാടക്കത്തറയിലാണ്. ഈ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 7:30 മാടക്കത്തറ സബ്സ്റ്റേഷനിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായത്. നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വലിയ ശബ്ദത്തോടു കൂടി ഇതിനകത്ത്, അതായത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിലധികം ദൂരം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. അവിടെ വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നതാണ് കേട്ടത്. പിന്നീട് ഈ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് തൃശൂർ നഗരത്തെ മാത്രമല്ല, ചാലക്കുടി, കുന്നംകുളം ഉൾപ്പെടുന്ന തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരം ഈ നിമിഷം ഇരുട്ടിലാണുള്ളത്. ഈ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് KCB അധികൃതർ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുന്നംകുളത്തേക്കും ചാലക്കുടിയിലേക്കും മറ്റു ലൈനുകളിൽ നിന്ന് വൈദ്യുതി കടത്തിവിട്ട് അവിടെ താൽക്കാലികമായി വൈദ്യുതി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ തൃശൂർ നഗരം ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ പീച്ച് ഉൾപ്പെടുന്ന ആ മേഖലകളിലേക്ക് ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തി, അതായത് ഒരു വലിയ സംഘം ഇവിടെ എത്തി തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതോടൊപ്പം തന്നെ KCB അധികൃതർ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് മാടക്കത്തറ സബ്സ്റ്റേഷനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു സംഭവം മാത്രമാണ്, അതായത് ട്രിപ്പാകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെയല്ല. നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ശബ്ദത്തോടു കൂടി ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തൃശൂർ നഗരം ഇപ്പോൾ തീർത്തും ഇരുട്ടിലാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലധികം നേരമായി. ഇപ്പോൾ നമ്മൾ KCB അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ, വൈകിയാണെങ്കിലും ഈ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു സംഘം ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയാണ്. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.